തായ് പായ് ചിക്കൻ എന്ന ചൈനീസ് സ്റ്റാർട്ടർ റെസിപ്പി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. വളരെ സിമ്പിളാണെന്നുള്ളത് മാത്രമല്ല, ഇത് ചില്ലി ചിക്കനേക്കാളും ഗാർലിക് ചിക്കനേക്കാളും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഡിഷാണ്. ഞാനൊരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്, പക്ഷേ ഇത് ബോൺലെസ് അല്ല. ശരിക്കും ബോൺലെസ് പീസസ് ആണ് ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഫിംഗർ ഷേപ്പിലുള്ള പീസസ്. ഏതായാലും നമുക്ക് ഉള്ളത് കൊണ്ട് ചെയ്യാം. ടേസ്റ്റിന് ഒരു കുറവും വരാൻ പോകുന്നില്ല. ആദ്യം തന്നെ ഒരു മാരിനേഷൻ ആവാം. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ സോയാ സോസ് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ധൈര്യമായിട്ട് തന്നെ ചേർക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാനിതിപ്പോൾ റെഡിമെയ്ഡ് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി 1 മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കാം. മഞ്ഞ വേണ്ട. ഒരു ചെറിയ മുട്ട മതിയാവും. ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളം ചേർക്കുന്നതുകൊണ്ട് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഒരുപാട് ചൂടായി പോകരുത്. ഒരു മീഡിയം ചൂടാവുമ്പോൾ ചിക്കൻ പീസസ് ഇട്ട് തുടങ്ങാം. ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. എല്ലോട് കൂടിയ പീസസ് ആയതുകൊണ്ട് ഒരു 10 മിനിറ്റോളം സമയം എടുക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. 5 മിനിറ്റ് ധാരാളം മതിയാവും. ഇപ്പം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. വല്ലാതെ മൂത്ത് ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പോൾ പുറം വല്ലാതെ ഹാർഡായി പോവും. നല്ല സോഫ്റ്റ് പീസസ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തായ് പായ് ചിക്കനുള്ള ഒരു സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഒരല്പം വെള്ളം ചേർത്ത് നല്ല കട്ടിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. വാളൻ പുളി ഉപയോഗിച്ച് ചൈനീസ് ഐറ്റംസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. ചില്ലി സോസോ അല്ലെങ്കിൽ ചില്ലി പേസ്റ്റോ, ഇതൊന്നും അല്ലെങ്കിൽ ഒരു 10 ചുവന്ന മുളക് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അരച്ചെടുത്താലും മതി. ഇതിപ്പോൾ ടൊമാറ്റോ ചില്ലി പേസ്റ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പുളി കൂടി കാണും. ഇനി വേണ്ടത് ഓയിസ്റ്റർ സോസാണ്. ഇതും ഈ തായ് പായ് ചിക്കനിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ്. 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് കൂടി ചേർക്കാം. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. എന്നിട്ട് അഭിപ്രായം കൂടി പറയണേ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഏതെങ്കിലും സോസിൽ ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുമ്പോൾ അധികമായി പോകണ്ട. ഇപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഒരല്പം ഉപ്പ് ചേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം. ഇപ്പം നമ്മുടെ സോസ് റെഡി. ഇനി കുക്കിംഗ് വളരെ എളുപ്പമാണ്. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചൈനീസ് കുക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം വഴറ്റിയെടുക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അതിൻ്റെ പച്ച മണമൊക്കെ മാറി വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ആ ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 ആവാം. ഏതായാലും നമ്മളിത് ഒരു ഗ്രേവി ആയിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് സവാളയുടെ ആവശ്യമില്ല. സവാള കൂടി ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. തീ ഞാൻ ഒട്ടും കുറച്ചിട്ടില്ല. സവാളയും അല്പം കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു വലിയ തക്കാളിയാണ്.
തക്കാളി ഒരുപാട് കൂട്ടണ്ട, കാരണം നമ്മൾ പുളി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി പുളി ഓവറായി പോകണ്ട. ഈ ഒരു സവാളയ്ക്കും തക്കാളിക്കും ഒക്കെ ആവശ്യത്തിനുള്ള അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് ഒഴിക്കുന്ന സമയത്ത് മാത്രം തീ ഒരല്പം കുറച്ച് വെക്കുന്നതാണ് നല്ലത്. നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി ചേർത്ത് വരുമ്പോഴേക്കും സോസൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സോസും സവാളയും തക്കാളിയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. അല്പം എരിവുള്ളൊരു ഡിഷ് ആയതുകൊണ്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. ഹോട്ടലിൽ നമ്മൾ കഴിക്കുമ്പോൾ ഫുഡ് കളറൊക്കെ ചേർത്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഈ സോസിൽ കിടന്ന് നല്ലപോലെ മിക്സ് ആവട്ടെ. അപ്പോൾ നമ്മുടെ തായ് പായ് ചിക്കൻ റെഡിയായി. ഇതിനി കൂടുതൽ അലങ്കാരങ്ങളൊന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഡിഷ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എറണാകുളം MG റോഡിലുള്ള ഗോൾഡൻ ഡ്രാഗൺ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടതാണ് ഈ റെസിപ്പിയെ. ഏതായാലും ഇത് നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.